ഹായ് എവ്രി വൺ 180 ഡേയ്സ് ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 25 ദിവസമായി. കഴിഞ്ഞ 25 ദിവസം കൊണ്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. വല്ലാത്തൊരു ഫീലാണ്. ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് ഹാർഡായിരുന്നു, കുറച്ചല്ല കുറച്ചധികം ഹാർഡായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് ഒരുപാട് സെൽഫ് ഡൗട്ട് വന്നു. എനിക്കൊരു ടാസ്ക് ചെയ്യാൻ പറ്റുന്നില്ല. വളരെയധികം മെൻ്റലി ഫിസിക്കലി ടയേർഡായിപ്പോയി. ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞു. ഇന്ന് ഞാൻ എന്നെ ഒരുപാട് പുഷ് ചെയ്യേണ്ടി വന്നു. ഓരോ ടാസ്ക് ചെയ്യാനും എന്നെ ഒരുപാട് പുഷ് ചെയ്യേണ്ടി വന്നു. എനിക്ക് ഒരുപാട് ക്രേവിങ്സ് വന്നു. ഇന്ന് എനിക്കിന്നൊന്നും എനിക്ക് ചെയ്യണ്ട, ഗിവപ്പ് ചെയ്യണം, ഇതൊന്നും വർക്കാവില്ല, അങ്ങനെയൊക്കെ തോന്നി. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ മുഖം കണ്ണാടി കണ്ട സമയത്ത്, എൻ്റെ കണ്ണിൽ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇല്ല, ഞാൻ ഗിവപ്പ് ചെയ്യാൻ പോകുന്നില്ല. ശരിയാണ്, എനിക്ക് അൺകംഫർട്ടബിൾ ആണ്, ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, ഒന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷെ എൻ്റെ കണ്ണിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഞാൻ ഇനി ഈ പേഴ്സണിൽ ഗിവപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഒരുപാട് പ്രോമിസ് ഞാൻ ഇതിനു മുന്നേ ഈ ആൾക്ക് കൊടുത്തിട്ട് അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലം ഈ പേഴ്സണെ ഹൈഡ് ചെയ്തിട്ട് ഞാൻ ജീവിച്ചു, എന്നെ എക്സ്പ്രസ് ചെയ്യാതെ ജീവിച്ചു. ഇനി ഞാൻ പഴയ ഒരു ലൈഫിലേക്ക് ഇല്ല. ഞാൻ എനിക്കൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കീപ്പ് ചെയ്യും. എത്ര ബുദ്ധിമുട്ട് വന്നാലും എന്തൊക്കെ വന്നാലും എനിക്ക് വേണ്ടി ഞാനേ ഉള്ളൂ, എനിക്ക് വേണ്ടി നിന്നേ പറ്റുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ എനിക്ക് തോന്നി ഇന്ന്. സോ ഇന്ന് ഒരുപാട് നേരം ഞാൻ ഇരുന്ന് കരഞ്ഞു. ഒരു 3-4 മണിക്കൂറായി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഒന്നും പറയാൻ പറ്റുന്നില്ല, കരച്ചിൽ വരാം. പിന്നെ ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് ലൈറ്റൊക്കെ പൂട്ടി തിരിയൊക്കെ കത്തിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് കുറേ മന്ത്രാസ് ചാൻറ്റ് ചെയ്ത് എൻ്റെ സെൽഫിനോട് സംസാരിച്ച് എന്നെ കംഫോർട്ട് ചെയ്ത് ഒരുപാട് ട്രൈ ചെയ്ത് എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാം ചിലപ്പോൾ ഇതൊന്നും ആരും കാണില്ലായിരിക്കാം, പക്ഷെ ഞാൻ കാണുന്നുണ്ടല്ലോ. എനിക്ക് എൻ്റെ സെൽഫിനെ എനിക്കിനി എൻ്റെ സെൽഫിൽ ഗിവപ്പ് ചെയ്യാൻ വയ്യ. ഞാൻ ഇന്നെടുത്തൊരു ഡിസിഷനാണ്, എന്തൊക്കെ വന്നാലും എൻ്റെ ലൈഫിൽ ഞാൻ ഗിവപ്പ് ചെയ്യാൻ പോകുന്നില്ല. എത്ര തവണ വീണ് പോയാലും എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ഇനി പിന്നോട്ടേക്കില്ല. പഴയ ഒരു ഓൾഡ് പാറ്റേൺസിലേക്ക് ഞാനില്ല. ഇത്ര കാലം ഞാൻ എൻ്റെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്തിട്ടില്ല, എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്തിട്ടില്ല, എന്നെ ഞാൻ നന്നായി ട്രീറ്റ് ചെയ്തിട്ടില്ല. മറ്റുള്ളവരും എന്നെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. കാരണം ഞാൻ എല്ലാവരെയും അനുവദിച്ചിട്ടുണ്ട് എന്നെ മോശമായി ട്രീറ്റ് ചെയ്യാൻ. ഞാനും എന്നെ വളരെ മോശമായിട്ടാണ് ഇത്ര കാലം ട്രീറ്റ് ചെയ്തത്. എന്നോട് കൊടുത്ത് ഒരു പ്രോമിസ് പോലും ഞാൻ കീപ്പ് ചെയ്തിട്ടില്ല. ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ തന്നെ എന്നെ. എനിക്ക് ഇനി അതൊന്നും ചെയ്യാൻ വയ്യ. ഈ പേഴ്സൺ ഇനി ബിട്രേ ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എൻ്റെ കണ്ണിൽ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയ ഇനി ഞാൻ ഗിവപ്പ് ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോ ഇന്നത്തെ ദിവസം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തന്നെ പുഷ് ചെയ്യണം. നമ്മളെ തന്നെ ജെന്റിലായിട്ട് റീപാരന്റ് ചെയ്ത് റീനർച്ചർ ചെയ്ത് കൊണ്ടുവരണം. പഴയ ഒരു ഓൾഡ് പാറ്റേണിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിലും കൈൻഡായിട്ട് നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്ത് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ പുതിയൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ലൈഫിൽ ഒരു ഇൻ ആൻഡ് ഔട്ട് ട്രാൻസ്ഫർമേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര എനർജി എടുക്കണം. നമ്മൾ വെറുതെ ഒന്നും ഇരുന്നാൽ മാറില്ല നമ്മുടെ ലൈഫ്. നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യണമെങ്കിൽ അത്രയും നമ്മൾ എഫേർട്ട് എടുക്കണം. എൻ്റെ പെൻഡർ എപ്പോഴും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുക്കണം. അൺകോൺഷ്യസ് ആയി എഫേർട്ട്ലെസ് ആയി നമ്മളത് ചെയ്യുന്നവരെ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കണം. പിന്നെയും പഴയ പാറ്റേണിലേക്ക് പോകാൻ തോന്നും. അപ്പോൾ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പുതിയ പാറ്റേണിലേക്ക് കൊണ്ടുവരണം. അതൊരു ടാസ്ക്കാണ്. നമ്മുടെ ബ്രെയിനിന് മാറാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അതിന് പഴയ പോലെ പോകാൻ തന്നെയാണ് ഏറ്റവും സുഖം. പക്ഷെ പുതിയ ഇതിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം റെസിസ്റ്റൻസ് വരും. പല ആൾക്കാരും ലൈഫിൽ സക്സസ്ഫുൾ ആവാത്തത് ഈ ഒരു ഫേസ് ഉണ്ട്. ആദ്യം നമുക്കൊരു ഹണിമൂൺ ഫേസ് പോലെ, അതായത് നമുക്ക് ഓക്കെ എൻ്റെ ലൈഫ് ഞാൻ മാറ്റാൻ വേണ്ടി പോവാണ്, ഞാനിനി അടിപൊളിയാവാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചൊരു മോട്ടിവേഷൻ കയറിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് ഭയങ്കര എനർജിയാണ്. ഇങ്ങനെ ഹൈ ആയിട്ട് പിന്നെ നമ്മളിങ്ങനെ ലോ ആവും. അപ്പോൾ എല്ലാ മോട്ടിവേഷനും പോകും. അപ്പോൾ നമുക്ക് ഇട്ടിട്ട് പോകാൻ തോന്നും, അൺകംഫർട്ടബിൾ ആവും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ അൺകംഫർട്ടബിൾ ആവും. അപ്പം പകുതി ആൾക്കാരും ക്വിറ്റ് ചെയ്തിട്ട് പോകും. പക്ഷെ ആ ഒരു പോയിന്റ് കടന്നു കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. കാരണം പിന്നെ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് അത് ചെയ്തോളും. എനിക്കിനി കണ്ണാടി നോക്കുന്ന സമയത്ത് ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, മേ ബി എൻ്റെ ഈ ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ എൻ്റെ ചാനൽ ഗ്രോ ആവില്ലായിരിക്കാം, ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു, ഞാൻ എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്തു എന്നുള്ളൊരു സമാധാനമെങ്കിലും എനിക്കുണ്ടാവും. എനിക്ക് എന്നെ വേദനിപ്പിക്കാൻ വയ്യ. ഞാൻ ഒരുപാട് എന്നെ മിസ്ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു.
എനിക്ക് ഒരു തവണയെങ്കിലും എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കൊടുത്തിട്ടുള്ള പ്രോമിസ് കീപ്പ് ചെയ്യണം തോന്നി. ഇന്ന് വളരെയധികം ഹാർഡായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഒരുപാട് എനർജി എടുക്കേണ്ടി വന്നു ഓരോ ടാസ്ക് ചെയ്യാനും. കഴിഞ്ഞ 3-4 മണിക്കൂർ ഇരുന്നിട്ടാണ് ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നത്. ഇന്ന് ഞാൻ കുറേ ഡൗൺ ആയിപ്പോയി, ടയേർഡായിപ്പോയി, ഒരു മോട്ടിവേഷൻ ഇല്ലാത്തൊരവസ്ഥ. പക്ഷേ സ്റ്റിൽ ഐ ഷോപ്പ് ഫോർ മൈസെൽഫ്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആവുക. നമ്മുടെ ബ്രെയിനിന് മാറാൻ ഇഷ്ടമല്ല, അത് നമ്മളെ കംഫർട്ട് സോണിൽ ഇരുത്തും. പക്ഷെ കംഫർട്ട് സോണിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് റിഗ്രറ്റ് വേണ്ടെന്നാണെങ്കിൽ നമ്മളിപ്പോൾ പണിയെടുക്കാൻ തയ്യാറാവുക, അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആവുക, ഇട്ടിട്ട് പോവാതിരിക്കുക. ഞാൻ എന്നെ ഓർത്ത് ഒരുപാട് പ്രൗഡാണ്, കാരണം ഇന്ന് വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. സ്റ്റിൽ ഐ ഷോപ്പ് ഫോർ മൈസെൽഫ്. സോ എൻ്റെ ഇത്രയും ദിവസത്തെ ജേർണിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, നമുക്ക് സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ്, നമ്മൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെ എത്താത്തത്. നമ്മുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീരുമാനം എടുക്കണം. നമ്മുടെ മൈൻഡ് സെറ്റിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരണം. നമ്മൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. നമുക്ക് ചിലപ്പോൾ മൂഡൊന്നും ഉണ്ടാവില്ല ചെയ്യാൻ, നമുക്ക് എല്ലാ ദിവസവും ഭയങ്കര മോട്ടിവേഷനൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടണമെങ്കിൽ, നമുക്ക് നമ്മളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് വേണമെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഒന്നും മാറില്ല. ഇന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടി. സ്റ്റിൽ ഐ ഷോപ്പ് ഫോർ മൈസെൽഫ്. എൻ്റെ ഈ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ, ഇൻ ആൻഡ് ഔട്ട് 360 ഡിഗ്രി ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, നല്ല ബുദ്ധിമുട്ടുണ്ടാവും, സങ്കടം വരും, കരച്ചിൽ വരും, നമ്മൾ ഡംബായിട്ട് ഫീൽ ചെയ്യും, നമുക്കൊന്നും അറിയില്ല എന്ന് തോന്നും. ഇറ്റ്സ് ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ്. ഇത് ലേണിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഗിവപ്പ് ചെയ്യരുത്. ഇപ്പം തന്നെ ഗിവപ്പ് ചെയ്താൽ പിന്നെ എന്താ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും നമ്മുടെ ഉള്ളിൽ. എനിക്ക് നല്ല വീട് വേണം, നല്ല ജോലി വേണം, പൈസ വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം. ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കാൻ തയ്യാറാവണം. വെറുതെ ഒന്ന് പണിയെടുത്താൽ പോലെ കറക്റ്റായി പ്ലാൻ ചെയ്ത് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത്, മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും നമ്മളെ തന്നെ പുഷ് ചെയ്ത് നമ്മളുടെ അടുത്ത് കൈൻഡായിട്ടിരുന്ന് മുന്നോട്ടേക്ക് പോകാന്ന് പറയുന്നത് അത്രയും എനർജി എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുക, സെൽഫിൽ വർക്ക് ചെയ്യുക. നമ്മൾ അത്രയും പണിയെടുക്കണം. ഇന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടി, എന്നാലും ഞാൻ ഗിവപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇപ്പം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ, എത്ര തവണ വീണ് പോയാലും ഞാൻ എണീറ്റ് നിൽക്കും, ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യും, ഞാൻ മുന്നോട്ടേക്ക് പോകും, ഞാൻ എൻ്റെ ഫെയിലിയറിന് ഞാൻ പഠിക്കും, പിന്നെയും മുന്നോട്ടേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. എന്താണെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല, ഗിവപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഒരിക്കലും എൻ്റെ ലൈഫ് ഇങ്ങനെയാണല്ലോ, ഇവർ കാരണമാണ്, അവർ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് വിക്ടിം മൈൻഡ് സെറ്റിൽ ഇരിക്കാനും ഞാനില്ല. എൻ്റെ ലൈഫ് ഇങ്ങനെ ആവാൻ കാരണം ഞാൻ തന്നെയാണ്. സോ അതിന് ചേഞ്ച് ചെയ്യണമെങ്കിൽ എൻ്റെ ഹാബിറ്റ്സിൽ ഞാൻ ചേഞ്ചസ് കൊണ്ടുവന്നാൽ മതി, എൻ്റെ മൈൻഡ് സെറ്റിൽ ചേഞ്ചസ് കൊണ്ടുവന്നാൽ മതി, ഞാൻ പഠിക്കാൻ തയ്യാറായാൽ മതി. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വെക്കുക. അതുപോലെ തന്നെ പഠിക്കാൻ തയ്യാറാവുക. നമ്മളെ തന്നെ പുഷ് ചെയ്യുക, നമ്മളെ തന്നെ ജെന്റിലായി റീപാരന്റ് ചെയ്തെടുക്കുക. ഇത് ഒരു ഹീലിംഗ് ജേർണിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫിസിക്കലി മെൻ്റലി ഒക്കെ എന്നെ ഒന്ന് ഹീൽ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് എടുക്കുന്ന ഒരു ജേർണിയാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഞാനിപ്പം. പക്ഷെ എനിക്കൊരു കാര്യമാണ്, ഇതെൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഓൾ ഈസ് വെൽ. ഞാൻ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഇത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നീ പണിയെടുത്താൽ എല്ലാം റെഡി ആവും. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ അടുത്ത് ജെന്റിലായിട്ടിരിക്കുക, നിങ്ങളെ തന്നെ പുഷ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷൻസ് വരികയാണെങ്കിൽ അതിനെ വാലിഡേറ്റ് ചെയ്യുക, ഇഗ്നോർ ചെയ്യാതിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ സെൽഫിനൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യുക. നമ്മൾക്ക് വേറെ ആരോടും കൊടുക്കുന്ന പ്രോമിസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ മാത്രമാണ് നമുക്ക് ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയുള്ളൂ. പറയുന്ന കാര്യം ചെയ്യുന്ന ഒരാളായിരിക്കണം, ആ ഒരു ഗട്ട്സ് ഉണ്ടാവണം. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരും. ഇന്ന് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് ഇമോഷനിലൂടെ കടന്നുപോയി. ബട്ട് സ്റ്റിൽ ഐ ഷോപ്പ് ഫോർ മൈ സെൽഫ്.
ഞാൻ ഒരുപാട് പ്രൗഡാണ്. ഞാൻ എന്നെ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനുമായിട്ട് ഒരുപാട് കണക്റ്റ് ആവുന്നുണ്ട്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ട്. അതൊക്കെ ഉള്ളിലുള്ള ആ റെസിസ്റ്റൻസ് ഒക്കെ പൊട്ടിച്ച് ഞാൻ പുറത്തേക്ക് വരും. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ എന്ത് അവസ്ഥയിലൂടെ വേണം കടന്നു പോയിക്കോട്ടെ, അതൊന്നും നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ സമ്മതിക്കരുത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക. നമ്മളിൽ ഫോക്കസ് ചെയ്ത് നമ്മളുടെ എനർജി അനാവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊടുക്കാതെ, നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാതെ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക, സ്കിൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ചുറ്റുമുണ്ട്. നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ചാലഞ്ചസും നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ കാണാം, മുന്നോട്ടേക്ക് പോവുക. സോ സക്സസ്ഫുള്ളി 25 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഐ എം സോ ഹാപ്പി. ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയെങ്കിലും ഞാൻ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അതോർത്ത് ഞാൻ ഒരുപാട് പ്രൗഡാണ്. സോ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, ആൻഡ് ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. നാളെ കാണാം. ബൈ.